അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു മുടി സംരക്ഷണമാട്ടോ. മുടി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. മുടി നന്നായിട്ട് കൊഴിയുന്നവരാണെങ്കിലും മുടി ഒട്ടും ഇല്ലാന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണിത്. അതുപോലെ തന്നെ ജലദോഷമോ അല്ലെങ്കിൽ സൈനസൈറ്റിസ്, നീരിറക്കം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേ നമ്മൾ ഒരുപാട് ദിവസമായി കേട്ടോ തലയിലൊരു മുട്ടയൊക്കെ തേച്ച് കൊടുത്തിട്ട്, ഇടയ്ക്കൊക്കെ മുട്ട തേച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഒരുമാതിരി ആയി പോകത്തില്ലേ, മുടിയൊക്കെ പൊഴിഞ്ഞു പോകും. ഞാൻ ആ കല്യാണത്തിൻ്റെ സമയത്തൊന്ന് അറ്റൻ ലെവൽ ചെയ്തതാട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു മുടി എന്തിനാ മുറിച്ചേന്ന് ചോദിച്ചു. അത് അറ്റൻ ലെവൽ ചെയ്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തപ്പെട്ടപ്പം അതിനൊരു ഭംഗിയില്ലാതെ വന്നു. അപ്പം അറ്റം കുറച്ച് മുറിച്ച് കളഞ്ഞട്ടോ. എന്നാലും മുടിക്ക് നല്ല ഉള്ളുണ്ട്. അപ്പം ആ ഉള്ളൊക്കെ പോകാതിരിക്കാനായിട്ടുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുത്തോണ്ടിരുന്നതാണ്. ഇപ്പം കല്യാണവും കളവാണവും അതിൻ്റെ ഇടയ്ക്ക് കുറേ തിരക്കും ഒക്കെ വന്നതുകൊണ്ട് ആ കാര്യമേ അങ്ങ് വിട്ടുപോയി. അപ്പം ഇന്ന് നമുക്ക് അത് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ചെയ്യുമ്പം നമ്മുടെ പഴയ കൂട്ടുകാർക്കല്ല, പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്ലോക്ക് മുട്ട എന്നൊക്കെ പറയത്തില്ല, അതാണ്. പക്ഷെ നാടൻ മുട്ടയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ മുട്ട വെച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാട്ടോ. എന്നാലും ഇന്ന് തേച്ചപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മാത്രം പോരും. കണ്ടോ, ഇത് ഞാനിപ്പം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്. എന്നിട്ട് ഈ മഞ്ഞ ആരും കളയരുത് കേട്ടോ. നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു നാരങ്ങയുടെ ചെറിയൊരു ഫുള്ള് പകുതി വേണ്ട കേട്ടോ, ഒരു 2-3 തുള്ളി മതി. ഈ നാരങ്ങ എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനും ഒക്കെ മാറി കിട്ടാനായിട്ട് ഈ നാരങ്ങ നല്ലതാണ്. അതുകൊണ്ടാണ് നാരങ്ങ ചേർത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇന്ന് ഞാൻ താമസിച്ച് കുളിക്കാമെന്ന് വെച്ചാട്ടോ. കാരണം ഈ ഒരു മുട്ട തേക്കണം എന്നുള്ള ഒരു ഐഡിയ ഇന്നലെ തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അങ്ങോട്ട് സമയം ശരിയാകുന്നില്ല. ഇന്ന് ഞാൻ എന്ത് വന്നാലും ചെയ്തിട്ടേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ്. ഇപ്പോൾ രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചെടിയുടെ പരിപാടി നോക്കാനുണ്ടായിരുന്നു, ഒന്നും കഴിഞ്ഞില്ല. നമ്മുടെ 10 മണിയൊക്കെ അതിനെയൊക്കെ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് മണ്ണ് ഞാൻ വെയിലത്തോട്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. അതിനിപ്പം നാളെ ചെയ്യുന്നുള്ള. ആ മണ്ണൊന്നുകൂടെ നന്നായിട്ട് ഉണങ്ങിയിട്ടേ അതിനകത്ത് ഉറുമ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നപ്പം അതിന് കുറച്ച് നേരം ഇറങ്ങി തിരിച്ചു. അപ്പം ഞാൻ ഇതിനിറങ്ങി തിരിക്കാമെന്ന് വെച്ചു. നമുക്ക് എല്ലാ കാര്യവും വേണ്ടേ. മുടിയൊക്കെ വളർന്നില്ലെങ്കിൽ നമ്മുടെ മുടിയെല്ലാം പൊഴിഞ്ഞ് ഒരുമാതിരി മുട്ടയായി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നപ്പം നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം എന്താ, മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേക്കുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് എണ്ണയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എണ്ണ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ തേക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പാരച്ചൂട്ടാണ്. ഇതാണ് ഞാൻ തേക്കുന്നത്. അപ്പം നമുക്ക് മുടിയിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം. മുടിക്ക് ഉള്ളു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും മുടി ചോദിച്ചായിരുന്നു, മുടി സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. മുടി ഒരു 2 വർഷം മുന്നേ സ്ട്രെയിറ്റ് ചെയ്തതാട്ടോ. അപ്പം സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് അങ്ങ് മുടി വളർന്നു കേട്ടോ. മുടി വളർന്നിട്ട് പിന്നെ ശകലമൊക്കെ പൊഴിഞ്ഞായിരുന്നു. അപ്പോൾ പൊഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇത് തേച്ചായിരുന്നു. അത് നിങ്ങളെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞു തന്നു. ഇപ്പം പക്ഷേ മുടി കൊഴിച്ചിലൊന്നുമില്ല. മുടി കൊഴിച്ചിലെല്ലാം മാറി മുടിയൊക്കെ ശരിക്കും വളരാനായിട്ട് തുടങ്ങി. കണ്ടോ. അപ്പം നമ്മളിപ്പോഴും ആരാണ്ടൊക്കെ പറഞ്ഞു മുടി കണ്ടു കഴിഞ്ഞാൽ വെച്ച മുടിയാൻ തോന്നുന്നത്. എന്താണെന്നറിയാമോ, സ്ട്രെയിറ്റ് ചെയ്ത മുടിയായിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്നിട്ട് ഇപ്പം ആ സ്ട്രെയിറ്റനിങ് ഒക്കെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പോകും. പിന്നെ അടിയിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചുരുളാനായിട്ട് തുടങ്ങി മൊത്തം അങ്ങ് നമ്മുടെ ഒറിജിനൽ മുടിയാകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ അത് സ്ട്രെയിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ അറ്റം ഇച്ചിരി കണ്ടിച്ച് കളഞ്ഞതേ ഉള്ളൂ. കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങണ്ടേ. അപ്പം കണ്ടിച്ചതാണ് കേട്ടോ. ഇതുപോലെ
നന്നായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഉച്ചിയിലുമൊക്കെ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ? നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മസാജിൽ കൂടിയാണ് നമ്മുടെ മുടിയുടെ വളർച്ച ഇരിക്കുന്നത് കണ്ടോ. എന്നിട്ട് ഇത്രയും മതി. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ കോരി തേക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. ഒരുപാട് എണ്ണ കോരി തേക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിട്ട് നമ്മൾ മുടിയൊന്ന് ജസ്റ്റ് കെട്ടി വെക്കുക. മുടി കെട്ടി വെച്ചു. അപ്പം ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്നോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് മുട്ട തലയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മുടിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്ക് വേണം. മുടി ശരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും മുടി വളരുന്നത്. മുടി ചിലവരുണ്ട് ഇങ്ങോട്ട് വന്ന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് നനഞ്ഞ മുടി ആ ചീപ്പിട്ട് ഇങ്ങനെ വലിച്ച് ഉള്ള മുടിയെല്ലാം പൊട്ടിച്ച് കളയും. അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. മുടി നനഞ്ഞ മുടി ഒരിക്കലും ചീകരുത്. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കോതിയിട്ട് ഉടക്കൊക്കെ കളഞ്ഞിടുക. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചീകുക. ചീകുമ്പോൾ പല്ല് അകലമുള്ള ചീപ്പിട്ട് മാത്രം ചീകുക. പല്ല് അടുപ്പമുള്ള ചീപ്പിട്ട് ചീകിക്കഴിഞ്ഞാൽ മുടി മുഴുവൻ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ചിലവരിങ്ങനെ ഇട്ടിട്ട് ഒരൊറ്റ വലിച്ചു പറയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. സാവധാനം മാത്രമേ നമ്മൾ മുടിയുടെ കാര്യം ശ്രദ്ധിക്കാവൂ കേട്ടോ. അതുപോലെ മുടി നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷം കിടന്നുറങ്ങാവുള്ളൂ. മുടി പായിൽ കിടന്ന് അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് എഴയാനായിട്ട് പാടില്ല. അങ്ങനെ എഴയുമ്പോഴത്തേക്കും മുടിയുടെ അറ്റമെല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര മുടിയില്ലാത്തവരാണെങ്കിലും മുടി വളർന്നു കിട്ടും. ഈ മുട്ടയുടെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടിപ്സ് ആട്ടോ. മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവർ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 3 ദിവസം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടി പൊഴിച്ചിൽ പെട്ടെന്ന് അങ്ങ് നിൽക്കും കേട്ടോ. ഇല്ലെങ്കിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്ത് നോക്കുക. ശരിക്കും ഞാൻ ഈ വിശ്വാസമുള്ള കാര്യം മാത്രമേ എൻ്റെ ചാനലിൽ ഞാൻ പറയാറുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു. നമുക്ക് ഈ മുട്ട തലയിലേക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ട ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ട എന്നിട്ട് പിന്നെ ഈ മുടി ഇങ്ങനെ ഇച്ചിരി മാറ്റിയിട്ട് വീണ്ടും നമ്മൾ തേച്ച് കൊടുക്കുക. കണ്ട അങ്ങനെ തല നിറച്ച് തേച്ച് കൊടുക്കുക. നമ്മുടെ പിന്നെ ഇങ്ങനെ മുടി മാറ്റിയിട്ട് ഇതുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകണമെങ്കിലൊക്കെ ഉണ്ടല്ലോ തലേദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഞാനിപ്പം വല്ലയിടത്തുമൊക്കെ പോകാനുള്ളപ്പോൾ ഇങ്ങനെ തലേദിവസം ഇങ്ങനെ മുട്ട തേച്ച് കൊടുക്കും. അപ്പം നമ്മുടെ മുടി സിൽക്കി ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഈ സൈഡിൽ അങ്ങനെ തലയുടെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുക. ഉണ്ട് ഇത് കണ്ട ഇതുപോലെ കണ്ട. എന്നാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും അയ്യേ ഭയങ്കര സ്മെല്ലല്ലേ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ മഞ്ഞ തേക്കുമ്പോഴാണ് ഭയങ്കര സ്മെല്ല്. വെള്ളയ്ക്ക് സ്മെല്ലേ ഇല്ല കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോഴേ ഇത് ഞാൻ തേച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവിടെ നിന്ന് തേച്ച താഴെ വീഴും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മുട്ടയൊക്കെ തേച്ചിട്ട് മുട്ട തേച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് മസാജ് കൊടുത്തില്ലേ അതേ രീതിയിൽ തന്നെ ഈ മുട്ട തേച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തത്തുള്ളൂ. എന്നിട്ട് ഇത് കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇരുന്നോട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെ മുട്ട തേച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുടി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉള്ളു വെച്ച ഒരു ഫീലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. കണ്ട. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഞാനൊരു 10 മിനിറ്റ്, ഞാൻ 15, ചിലപ്പോൾ 15 ഒന്നുമില്ല കേട്ടോ, ചിലപ്പോൾ 20-25 മിനിറ്റ് ഒക്കെ തലയിലിരിക്കും. പക്ഷേങ്കിൽ കുറഞ്ഞു പോകരുത് കേട്ടോ. 15 മിനിറ്റ് തന്നെ വെക്കണം. അതിലൊട്ടും കുറയാനായിട്ട് പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മുട്ടയല്ലേ, ഇതൊന്നും ആർക്കും പനിയൊന്നും പിടിക്കത്തില്ല, ഉറപ്പുള്ള കാര്യം കേട്ടോ. മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നന്നായിട്ട് ഇത് തേച്ച് ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് പോയി കുളിക്കാം. എന്തായാലും തേച്ചില്ലേ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. എൻ്റെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് തേച്ചിട്ടിരുന്നിട്ട് ഇത് കഴിയുന്നോട്ടനെ നമുക്ക് കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുളിച്ചിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തി കേട്ടോ. നമ്മുടെ മുടിക്കൊന്നും ഒട്ടും സ്മെല്ലില്ല കേട്ടോ. നല്ല എന്താ സാധാരണ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ മുടി എങ്ങനെയാ, സ്മെല്ലൊന്നും ഇല്ലല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പം സ്മെല്ലുണ്ടെന്ന് ഓർത്തിട്ട് ആരും തേക്കാതൊന്നും ഇരിക്കണ്ട. നമ്മുടെ മുടിക്ക് നല്ല ഒരു കട്ടിയൊക്കെ വന്ന പോലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മുടിയുടെ അറ്റം മുറിച്ചാണ്. ഇപ്പം നിങ്ങൾ പറയും പിരിപിരാന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് സ്ട്രെയിറ്റ് ചെയ്ത മുടി ആയതുകൊണ്ടാണ് ഒരുമാതിരി പിരിപിരാന്നിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വേറൊന്നുമല്ല, ഇത് വെച്ച് കെട്ടിയ മുടിയൊന്നുമല്ല കേട്ടോ. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടിപ്സാണ് ഈ മുട്ടയുടെ. ഇന്നാളും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള കാര്യമാണ്. ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടോ. മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം അറിയാൻ പറ്റും. ഞാൻ എങ്ങനെ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി ചെറുതായിട്ട് കൊഴിച്ചിലുണ്ടെങ്കിൽ ഞാൻ അടുപ്പിച്ചങ്ങ് തേക്കും. ആ കൊഴിച്ചിൽ നിൽക്കുന്നിടം വരെ തേക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ആ കൊഴിച്ചിൽ നിന്ന് കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു മുട്ടയെ തേക്കത്തുള്ളൂ. അങ്ങനെ തേച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് കരുത്തും നീളവും ഒക്കെ വെക്കാനായിട്ട് നല്ല ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതിയ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.